അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവെ എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ഇന്ന് സുവിശേഷത്തിൽ കർത്താവ് പറയും, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് ആദ്യമേ തന്നെ സമാധാനം ആശംസിക്കണം. കർത്താവെ എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും അതിനോട് ഷാലോം എന്ന് പറയണം. ഷാലോം, ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ വരുന്നൊരു ഒരു ഒരു സമാധാനമുണ്ട്, ഒരു ഒരു സന്തോഷമുണ്ട്. അത് പറയാൻ പറ്റാത്ത വിധത്തിൽ ഒരു ശാന്തതയുണ്ട്. ഷാലോം. ഏത് വീട്ടിൽ ചെന്നപ്പോഴാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ വീട്ടിൽ കയറുമ്പോൾ പോലും നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നിട്ട് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ, പള്ളിയിൽ പോയി വരുമ്പോൾ, പുറത്തുനിന്ന് ഇറങ്ങി അകത്തേക്ക് കയറുമ്പോൾ ഒരു ഷാലോം കുടുംബത്തോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഏതൊരു വീട്ടിൽ ചെല്ലുമ്പോഴും, ഏതൊരു ഭവനത്തിൽ ആദ്യമായി പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കും. സമാധാനത്തിൻ്റെ ആ ഒരു സമാധാന ദൂത് സ്വീകരിക്കാൻ ആ കുടുംബം തയ്യാറാണെങ്കിൽ, അത് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമാധാനം അവരുടെ കുടുംബത്തിലുണ്ടാവും. അല്ലെങ്കിൽ അത് നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു പോകും. ഒരിടത്തും നഷ്ടപ്പെടുന്ന കാര്യമല്ല ഇത്. നമുക്ക് എത്ര വേണേലും കൊടുക്കാവുന്ന, ഒരിടത്തും നഷ്ടപ്പെടുത്തി കളയേണ്ടി വരാത്ത വലിയൊരു അനുഗ്രഹമാണ്. കയറി ചെല്ലുന്ന വീടുകൾക്കൊക്കെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വചനമൊന്ന് വായിക്കുന്നത് നല്ലതാണ്. നമ്മൾ പ്രത്യേകമായിട്ട് വചനത്തിൽ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഒരാൾക്ക് സമാധാനം കിട്ടാൻ പോകുന്നതിൻ്റെ വഴി എന്താണെന്ന് വചനം പറഞ്ഞു തരുന്ന കാര്യമാണ്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും ആകുലരാവാതെ കൃതജ്ഞതയർപ്പിച്ച് പ്രാർത്ഥന സമർപ്പിച്ച് പരിപൂർണമായി ദൈവത്തിങ്കിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ 7-ാമത്തെ വചനം നമ്മളോട് പറയും, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം